Hello students, welcome back to our physics class. We have been discussing the chapter effects of electric current. Effects of electric current കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഹീറ്റ് എഫക്റ്റിനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ നൽകുന്ന ഇലക്ട്രിക്കൽ എനർജീനെ ഹീറ്റ് എഫക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസസും അതിന്റെ വർക്കിംഗ്സും ആണ് കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് പഠിച്ചത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈറ്റ് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. നമ്മൾ നൽകുന്ന ഇലക്ട്രിക്കൽ എനർജീനെ ലൈറ്റ് എഫക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസസും അവയുടെ വർക്കിംഗ്സും ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നൽകുന്ന ഇലക്ട്രിക്കൽ എനർജീനെ ലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഏതെല്ലാം ഡിവൈസസ് ആണ് നിങ്ങൾക്ക് പരിചയമുള്ളത്? ഏതൊക്കെയാ? ബൾബുകളാണല്ലേ. ബൾബാണ് ഇവിടെ ഇങ്ങനെ ഇലക്ട്രിക്കൽ എനർജീനെ ലൈറ്റ് എഫക്റ്റ് ആയിട്ട് ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബൾബുകൾ ഉണ്ട് അല്ലെ. സൈസ് ആണെങ്കിലും അതിന്റെ കളേഴ്സ് ആണെന്നുണ്ടെങ്കിലും അല്ലാതെ ലൈറ്റിംഗ് എഫക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ എന്തുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ബൾബുകളുണ്ട്. ട്യൂബ്, CFL ലാംപ്സ്, ചെറിയ കളേർഡ് ആയിട്ടുള്ള 0 വോൾട്ട് ബൾബുകൾ ഒക്കെ നമുക്ക് പരിചയമുണ്ട്. അപ്പൊ ഇതുപോലെ ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബൾബുകളുടെ ഒക്കെ വർക്കിംഗ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റിലായിട്ടാ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫിഗർ ശ്രദ്ധിക്കൂ. അത് ഏതിന്റെയാണ്? ഈ ഒരു ബൾബ് കുറച്ചു കാലം മുമ്പ് വരെ ഇവിടെ എന്തായിരുന്നു, ഫേമസ് ആയിരുന്നു അല്ലെ. പക്ഷെ ഇപ്പോഴാണെങ്കിലോ അത് കൂടുതൽ അതിനെ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് കണ്ടുകൊണ്ട് നമ്മളെ എന്ത് ചെയ്തിട്ടുണ്ട്, വീട്ടിന്റെ ഒക്കെ പുറത്താക്കിയിട്ടുണ്ട് അല്ലെ. ആളെ കൂടുതൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ട്, നല്ല പവറാണ് അതിനെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അതിനെ ഔട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, ഇയാളെ കുറിച്ചിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ ഈ ഒരു ബൾബിന്റെ പേരാണ് ഫിലമെന്റ് ലാമ്പ് അല്ലെങ്കിൽ ഇൻകാൻഡസെന്റ് ലാമ്പ് നമ്മൾ പറയാം. ഫിലമെന്റ് ബൾബുകൾ അല്ലെങ്കിൽ ഇൻകാൻഡസെന്റ് ബൾബുകൾ. അപ്പൊ ഈ ഒരു ഇൻകാൻഡസെന്റ് ബൾബുകൾക്ക് ഏതൊക്കെ അതിന്റെ പാർട്ടുകൾ ഏതൊക്കെയാണ് പറഞ്ഞത് നോക്കിയേ. ഒരു ഗ്ലാസ് കവർ ഉണ്ടല്ലേ, അതിന് ഒരു ഗ്ലാസ് കവർ ഉണ്ട്. പിന്നെയോ ഒരു കോപ്പർ വയർ കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഏതോ ഒരു എലിമെന്റിനെ ഇവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് അല്ലെ. ഒരു റെഡ് മെറ്റീരിയൽ ശ്രദ്ധിക്കൂ, ഇവിടെ ഏതാണത്? ഇതാണ് ഇതിന്റെ ഫിലമെന്റ്. നമ്മൾ ഇതിനെ ഫിലമെന്റ് ബൾബുകൾ എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ ഈ കോപ്പർ വയറുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിലമെന്റിലേക്ക് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ഫിലമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ടങ്സ്റ്റൺ എന്നുള്ള മെറ്റീരിയൽ കൊണ്ടാണ്. ടങ്സ്റ്റൺ ഓർത്ത് വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഈ ഒരു ഫിലമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിന്റെ പേരാണ് ടങ്സ്റ്റൺ. നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹീറ്റ് എഫക്റ്റ് ഉപയോഗിക്കുന്ന കേസിൽ നമ്മൾ നിക്രോം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതിന് കുറച്ച് പെക്യുലാരിറ്റീസും കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ നിക്രോം തന്നെ ഉപയോഗിക്കാൻ കാരണം നമ്മൾ കണ്ടു. അതുപോലെ ഈ ടങ്സ്റ്റൺ എന്ന മെറ്റീരിയലിന്റെ ചില പെക്യുലാരിറ്റീസ് കൊണ്ടാണ് നമ്മൾ ഇൻകാൻഡസെന്റ് ലാമ്പിൽ ഫിലമെന്റ് ആയിട്ട് ടങ്സ്റ്റണെ തന്നെ ഉപയോഗിക്കാൻ കാരണം. എന്തൊക്കെയായിരിക്കും ടങ്സ്റ്റന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് ഇതിന് ഹൈ റെസിസ്റ്റിവിറ്റി ആണ്. ഓക്കെ, ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ട്. രണ്ടാമതായിട്ട് പറയുന്നത് ഡക്റ്റിലിറ്റി കൂടുതലാണ് ആൾക്ക്. ഓക്കെ, ഡക്റ്റിലിറ്റി കൂടുതലാണ്. ഹൈ ഡക്റ്റിലിറ്റി ആണ് ആർക്കുള്ളത്? ടങ്സ്റ്റണിലാണ്. എന്താണ് ഡക്റ്റിലിറ്റി? നമ്മൾ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിന്റെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡക്റ്റിലിറ്റി, മാലിയബിലിറ്റി എന്നുള്ള പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ്. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞത് എന്തായിരുന്നു? നമ്മൾ ഏതൊരു ലോഹത്തിനെയും അതിനെ വലിച്ചു നീട്ടി, അതായത് അടിച്ചു പരത്തി നേരത്തെ കമ്പികളാക്കാനുള്ള അതിന്റെ എബിലിറ്റിനെയാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് അല്ലെ. ഇതിനെ നീട്ടി നേരത്തെ കനമില്ലാത്ത കമ്പിയാക്കി മാറ്റാനുള്ള കഴിവിനെയാണ്, മെറ്റൽസിന്റെ കഴിവിനാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഇതുപോലെ ടങ്സ്റ്റൺ ഫിലമെന്റ് എന്താണ്? ടങ്സ്റ്റൺ ഇതുപോലെ എന്ത് ചെയ്യാൻ നമുക്ക് നേരത്തെ കമ്പികളാക്കാൻ കഴിയും. നമ്മൾ ഇങ്ങനെയുള്ള ഈ ഒരു ബൾബൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അതിൽ സ്പ്രിങ് പോലെ വളരെ നേരത്തെ കനമില്ലാത്ത ഒരു സ്പ്രിങ് പോലെയുള്ള ഈ ഒരു ഭാഗം കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ? അതെടുത്ത് ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ അതിലെന്താണ്, ഡക്റ്റിലിറ്റി കൂടിയത് കൊണ്ടാണ് നമ്മൾ ഇവിടെ അതിനെ ഉപയോഗിക്കാൻ കാരണം. ഇനി മറ്റൊരു കാര്യം കൂടെ എക്സാമിന് ചോദിക്കാറുണ്ട്, അത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും. അതായത് ഇതിൽ യൂസ് ചെയ്യുന്ന ഫിലമെന്റിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ബൾബിന്റെ ഇന്റൻസിറ്റിയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നുള്ളത് അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ലെങ്ത് അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്തിട്ടുള്ള കമ്പികളുടെ ആ ഒരു ലെങ്ത് അത് കുറയും തോറും എന്തായിരിക്കും അവിടെ ഇവിടുത്തെ റെസിസ്റ്റൻസ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഓക്കെ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയും തോറും അവിടെ എന്താണ്, അവിടുത്തെ റെസിസ്റ്റൻസ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. റെസിസ്റ്റൻസ് കുറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലൂടെയുള്ള കറണ്ടിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ കഴിയല്ലോ. കാരണം അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻസ് ഒന്നുമില്ല അല്ലെ. അതിനെന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, ഈസി ആയിട്ട് കടന്നു പോകാൻ കഴിയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുത്തെ ആര് കൂടും, ലൈറ്റ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റും കൂടും. അപ്പൊ അത് ഓർത്ത് വെക്കുക. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുന്നതിനനുസരിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, അവിടുത്തെ റെസിസ്റ്റൻസും കുറയുന്നു.
റെസിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ചിട്ട് ഫ്ലോ ഓഫ് കറണ്ട് കൂടും, ഇന്റൻസിറ്റിയും കൂടും. അതിന് സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം, ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുന്നതിനനുസരിച്ച് കറണ്ടിന്റെ ഇന്റൻസിറ്റി കൂടുന്നു. അത് ആ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. കാരണം പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും പല ഭാഗങ്ങളിലായിട്ട് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഈ പൊട്ടിയ ടങ്സ്റ്റൺ ഫിലമെന്റിനെ നമ്മൾ കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് എന്താണ് സംഭവിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുക, കൂട്ടി യോജിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിന് ചെറിയൊരു പോർഷൻ അങ്ങോട്ട് പോകും അല്ലെ. അപ്പൊ എന്ത് ചെയ്തു, അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ലെങ്ത് കുറയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ ഇന്റൻസിറ്റി കൂടും. ആ ഒരു പോയിന്റ് കൂടി ഈ ഒരു കൂട്ടത്തിൽ നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഇനി മൂന്നാമതായിട്ട് അതിന്റെ ഒരു പെക്യുലാരിറ്റി ആയിട്ട് പറയുന്നത് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഹൈ മെൽറ്റിംഗ് പോയിന്റ് അതായത് എത്ര ഹോട്ട് ആയി കഴിഞ്ഞാലും അതിനെ ദ്രവീകരിക്കാത്ത അവസ്ഥയിൽ, അതായത് മെൽറ്റ് ചെയ്യാതെ തന്നെ അതിനെ പിടിച്ചു നിൽക്കാനുള്ള കഴിവിനെയാണ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്, ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ട്, ഹൈ ഡക്റ്റിലിറ്റി ഉണ്ട്, ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഇനി നാലാമതായിട്ട് പറയുന്ന കേസാണ് വൈറ്റ് ഹോട്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇത് വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങള്? വൈറ്റ് ഹോട്ട് കണ്ടീഷൻ അതായത് നമ്മൾ പവർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിന് എന്ത് ചെയ്യാൻ കഴിയും, എത്ര സമയം വേണമെങ്കിലും ആ ഒരു ഹോട്ട്നെസ് നിലനിർത്തിക്കൊണ്ട് ഇത്തിരി ഹീറ്റ് ആണെങ്കിലും അതിനെ വൈറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യാൻ കഴിയുന്നു. ആ വൈറ്റ് ഹോട്ട് കണ്ടീഷനിൽ വൈറ്റ് ലൈറ്റിനെ എമിറ്റ് ചെയ്യാൻ കഴിയുന്നു. ഈ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ടങ്സ്റ്റനെ കൂടുതലായിട്ട് ഇവിടെ ഉപയോഗിക്കാൻ കാരണം. അവിടെ നിക്രോം എങ്ങാനും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവസ്ഥയായിരിക്കും എന്തായിരിക്കും, അവിടെ റെഡ് ഹോട്ട് ആയിട്ട് അത് ലൈറ്റ് പുറപ്പെടുപ്പിക്കില്ല, പിന്നെയോ ഹീറ്റ് മാത്രമേ തരുള്ളൂ. മറിച്ച് അതിന് ടങ്സ്റ്റൺ ഉപയോഗിച്ചപ്പോ അവിടെ എന്ത് ചെയ്തു, അവിടെ വൈറ്റ് ലൈറ്റിനെ എമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലേ ഇവിടെ നോർമൽ വോൾട്ടേജിന്റെ കേസിൽ ഈ ഒരു ഫിലമെന്റ് ടങ്സ്റ്റൺ ഫിലമെന്റ് എന്ത് ചെയ്യുന്നു, നമുക്ക് വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, വൈറ്റ് ലൈറ്റ് അത് എമിറ്റ് ചെയ്യുന്നു. നമ്മൾ കൊടുക്കുന്ന നോർമൽ വോൾട്ടേജിന്റെ കേസിൽ അത് എന്ത് ചെയ്യുന്നു, അത് വൈറ്റ് ഹോട്ട് ആയിട്ട് വൈറ്റ് ഹോട്ട് കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, വൈറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു ഫിലമെന്റിന്റെ ടങ്സ്റ്റൺ ഫിലമെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഓക്സിഡൈസർ ആയി പോകും. ഓക്കെ, എയറിലായിട്ട് കോണ്ടാക്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് അത് എന്ത് ചെയ്യും, ഓക്സിഡൈസ് ചെയ്യും. അപ്പൊ ഈ ഒരു ഓക്സിഡൈസേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാല് ഈ ഒരു ബൾബിന്റെ ഉൾഭാഗത്തുള്ള എയറിനെ ഒഴിവാക്കും, എയറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. എയറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെന്ത് ചെയ്യും, ഇതിന്റെ ലൈഫ് സ്പാൻ കുറയും, ലൈഫ് കുറയും. അപ്പൊ ആ ഒരു കണ്ടീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബൾബിന്റെ ഉൾഭാഗത്തുള്ള എയറിനെ ഇവാക്വേറ്റ് ചെയ്യും, റിമൂവ് ചെയ്യും. അതിനെ ഇവാക്വേറ്റ് ചെയ്യാന്നാ പറയാം. ഇവാക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലെ പ്രഷറിന്റെ കണ്ടീഷൻ എന്തായിരിക്കും, പ്രഷർ കുറയാണ് ചെയ്യുന്നത് അല്ലെ. പ്രഷർ കുറയുമ്പോ ഇതിന്റെ ഉൾഭാഗത്തൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, വേപ്പർ വരും. വേപ്പർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മഴക്കാലങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കാറുകളുടെ ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ വേപ്പർ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് മൂടിയിരിക്കുന്ന ഒരു കണ്ടീഷൻ. അങ്ങനെ ഈ വേപ്പർ വരും. വേപ്പർ വന്നു കഴിഞ്ഞാലും ഇവിടെ എന്താണ്, ഈ ഒരു ടങ്സ്റ്റൺ ഫിലമെന്റിന്റെ ലൈഫ് കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവാക്വേറ്റ് ചെയ്തതിനു ശേഷം ഈ ഒരു പ്രഷർ ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഇനേർട്ട് ഗ്യാസസുകളാണ്. അതിനുള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനേർട്ട് ഗ്യാസസ് ആണ്. ഇനേർട്ട് ഗ്യാസസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. 18ാമത്തെ ഗ്രൂപ്പിലുള്ള മൂലകങ്ങളായിട്ടുള്ള, അതായത് എലമെന്റ്സ് ആയിട്ടുള്ള സിയോണ്, ഹീലിയം, ആർഗൺ, ക്രിപ്റ്റോണ്, പിന്നെ റാഡൺ പോലെയുള്ള ആ ഒരു ആറ്റംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഉള്ളിലെ ഈ ഒരു പ്രഷറിനെ നിലനിർത്താൻ വേണ്ടിയിട്ട്, ലോ പ്രഷറിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഇനേർട്ട് ഗ്യാസസിനെ അല്ല, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് നൈട്രജനെയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഫിൽ ചെയ്യുന്നത് നൈട്രജൻ ആണ്. എന്തുകൊണ്ടാണ് ഇവിടെ നൈട്രജൻ ഫിൽ ചെയ്യാൻ കാരണം, ഇനേർട്ട് ഗ്യാസസ് ഉപയോഗിക്കാതെ ഇവിടെ നൈട്രജനെ ലോ പ്രഷറിൽ ഇതിനുള്ളിൽ ഫിൽ ചെയ്യാൻ കാരണം എന്താണ്? നോർമൽ ടെമ്പറേച്ചറിലും നോർമൽ പ്രഷറിലും നൈട്രജൻ എന്താണ്, ഒരു ഇനേർട്ട് ഗ്യാസ് ആയിട്ട് തന്നെയാണ് പ്രവർത്തിക്കാറുള്ളത്. ഓക്കെ, അപ്പോ നോർമൽ ടെമ്പറേച്ചർ ആൻഡ് നോർമൽ പ്രഷറിൽ നൈട്രജൻ ആക്ട് ആസ് ആൻ ഇനേർട്ട് ഗ്യാസ്. പിന്നെ അതെന്താണ്, ഈസിലി അവൈലബിൾ ആണ്. ഈ ഇനേർട്ട് ഗ്യാസസിനൊക്കെ കൂടുതൽ എന്താണ്, ഇവയെക്കാളിലൊക്കെ ഉപരി ഈ ഒരു നൈട്രജൻ ഗ്യാസ് നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. നമ്മൾ എപ്പോഴും ഒരു വസ്തുവിന്റെ അവൈലബിലിറ്റി നോക്കിയിട്ടാണല്ലേ നമ്മൾ അതിനെ കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ എന്താണ്, നൈട്രജൻ ഗ്യാസസ് ഇനേർട്ട് ഗ്യാസസിനേക്കാളും കൂടുതൽ അവൈലബിൾ ആയതുകൊണ്ടും മാത്രമല്ല നോർമൽ ടെമ്പറേച്ചറിന്റെയും പ്രഷറിന്റെയും കേസിൽ ഇതൊരു ഇനേർട്ട് ഗ്യാസ് ആയിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നൈട്രജനെ ഈ ഒരു ഇൻകാൻഡസെന്റ് അല്ലെങ്കിൽ ഫിലമെന്റ് ലാമ്പിന്റെ ഉള്ളിലായിട്ട് ലോ പ്രഷറിൽ ഫില്ല് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ഒരു
സ്മോൾ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചറിൽ ഉണ്ടാക്കിയ ഒരു ചെറിയ ഒരു വാരിയേഷൻ വന്നു കഴിഞ്ഞാലും ആർക്കും കുഴപ്പമൊന്നും പറ്റുന്നില്ല, നൈട്രജൻ അവിടെ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻകാൻഡസെന്റ് ലാമ്പിനുള്ളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാതകം എന്ന് പറയുന്നത് ഏതാണ്? നൈട്രജൻ ഗ്യാസ് ആണ്. നൈട്രജൻ ഗ്യാസിനെ ഇവിടെ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവിടുത്തെ ഉണ്ടാകുന്ന ഈ ഒരു അയണൈസേഷൻ ഓക്സിഡേഷനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, നൈട്രജനെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടുത്തെ ഈ ഒരു വാപ്പറൈസേഷൻ ഒഴിവാക്കി നമ്മൾ ഈ ഒരു ടങ്സ്റ്റൺ ഫിലമെന്റിന്റെ ലൈഫ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ഉള്ളിലേക്ക് ലോ പ്രഷറിലെ നൈട്രജൻ ഗ്യാസിനെ ഫിൽ ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ഈ ടങ്സ്റ്റൺ ഫിലമെന്റിന്റെ പകരം നിക്രോം അവിടെ ഉപയോഗിച്ചാൽ എന്താ വരിക എന്നുള്ളത് അല്ലെ. അപ്പൊ നമുക്കറിയാം നിക്രോം ഉപയോഗിക്കുമ്പോൾ അത് റെഡ് ഹോട്ട് കണ്ടീഷനിൽ അങ്ങനെ ഹീറ്റ് ആയിട്ട് ചുട്ട് പഴുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ആർക്കുള്ളത്? നിക്രോമിനുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ അതിവിടെ ഉപയോഗിക്കുന്ന സമയത്ത് ഇവിടെ ഹീറ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, ആരുണ്ടാവില്ല? വൈറ്റ് ലൈറ്റിനെ ഇമിറ്റ് ചെയ്യുന്നില്ല. മറിച്ച് നമ്മൾ ടങ്സ്റ്റൺ ഫിലമെന്റിനെ ഉപയോഗിക്കുന്ന സമയത്ത് ഇവിടെ ആ ഒരു റെഡ് ഹോട്ട്നെസിന് പകരം വൈറ്റ് ഹോട്ട് കണ്ടീഷൻ ആയിട്ടാണ് അവിടെ നിൽക്കുക. മറ്റൊരു ചുട്ടുപഴുത്ത് നിൽക്കുന്നതിന് വരെ ഇവിടെ വൈറ്റ് ഹോട്ട് ആയിട്ട് ആര് നിൽക്കും? ടങ്സ്റ്റൺ ഫിലമെന്റ് ഇവിടെ നിലനിൽക്കും. മാത്രമല്ല അത് എന്ത് ചെയ്യുന്നു? വൈറ്റ് ലൈറ്റിനെ എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി ഇത്രയൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ കൂടെ ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് കാണാം, നമ്മൾ ഇത് കുറച്ചൊരു 10 മിനിറ്റ് ഒക്കെ ഓൺ ചെയ്തതിനു ശേഷം ഇത്തരം ബൾബുകളിലൊക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അതിൽ ടച്ച് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഹീറ്റ് ഉണ്ടായിട്ടുണ്ടാവും. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ കൊടുത്തിട്ടുള്ള മാക്സിമം മേജർ പാർട്ട് ഓഫ് ദി ഇലക്ട്രിസിറ്റി ഈസ് കൺവേർട്ടഡ് ടു ഹോട്ട് അല്ലെ, ഹീറ്റ് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു 10 ആംപിയർ കറണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു 3-4 ആംപിയറോളം എന്തിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്? ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ അവിടെ അത്തരത്തിലൊരു എനർജി കൺസംഷൻ അവിടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, എനർജി കൺവേർഷൻ അവിടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലാഭകരമാണ്? ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് പറയാം? ഇത്തരം ഫിലമെന്റ് ലാമ്പുകൾക്ക് എന്താണ്? ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു അല്ലെ. ഹീറ്റിലേക്ക് ഹീറ്റ് കൺവേർഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ അതെന്തല്ല, ഇതിന്റെ ഒരു ഡിമെറിറ്റ് ആണ് ഹീറ്റ് കൺവേർഷൻ എന്ന് പറയുന്നത്. അതായത് എനർജി കൂടുതൽ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഷാഡോ ഫോർമേഷൻ അല്ലെ. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത്തരം ബൾബുകളുടെ താഴേക്ക് ഇരിക്കുന്ന സമയത്ത് എന്താണ്? താഴെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഷാഡോ ഉണ്ടാവുന്നുണ്ട് അല്ലെ, നിഴല് ഫോം ചെയ്യാറുണ്ട്. അപ്പൊ എന്താണ്? ഷാഡോ ഫോർമേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അതുപോലെ ഇതിന് ലൈഫ് സ്പാൻ കുറവാണ് അല്ലെ. അതിന്റെ വാലിഡിറ്റി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമുക്ക് വളരെ ചെറിയ ലൈഫ് സ്പാനേ ഉള്ളൂ ഇത്തരം ബൾബുകളിലായിട്ട് നിലനിൽക്കുന്നത്. പിന്നെയോ ലൈറ്റ്, ഡിം ലൈറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. ലൈറ്റ് കുറവാണ്, അതായത് ഒരു ഡിം ലൈറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ എന്താണ്? ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് നിലനിൽക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? മറ്റൊരു കണ്ടുപിടുത്തം നോക്കും അല്ലെ. അങ്ങനെ അതിനുശേഷം നമ്മൾ കൊണ്ടുവന്നതാണ് ഡിസ്ചാർജ് ലാമ്പുകൾ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ ഡിസ്ചാർജ് ലാമ്പുകൾ നോക്കൂ. സോഡിയം വേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്സ്, ഫ്ലൂറസെൻറ്റ് ലാമ്പ്, അതുപോലെ CFL കോമ്പാക്ട് ഫ്ലൂറസെൻറ്റ് ലാമ്പുകൾ. അപ്പോൾ ഇതിൽ സോഡിയം വേപ്പർ ലാമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് സോഡിയം വേപ്പർ ലാമ്പുകൾ. സ്ട്രീറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും മഞ്ഞ കളറിലുള്ളത് അല്ലേ, സോഡിയം വേപ്പർ ലാമ്പ്സ് ആണത്. നെക്സ്റ്റ് ആർക്ക് ലാമ്പാണ്. ആർക്ക് ലാമ്പ് പറഞ്ഞാൽ ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റുള്ള ലാമ്പുകളാണ് ആർക്ക് ലാമ്പുകൾ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. റെസ്ക്യൂ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ രാത്രിയിൽ നടക്കുമ്പോൾ നമ്മൾ ഈ ഹൈ ഇൻറ്റൻസ്ഡ് ലൈറ്റ് ആയിട്ടുള്ള ആർക്ക് ലാമ്പുകളാണ് ഉപയോഗിക്കാറ്. നെക്സ്റ്റ് ആണ് ഫ്ലൂറസെൻറ്റ് ലാമ്പുകൾ. അതായത് നമ്മളെ വീട്ടിലൊക്കെ കണ്ടുവരുന്ന സാധാരണ ട്യൂബ് ലൈറ്റുകളാണ് ഫ്ലൂറസെൻറ്റ് ലാമ്പുകൾ എന്ന് പറയുന്നത്. പിന്നെ CFL ലാമ്പുകൾ, കോമ്പാക്ട് ഫ്ലൂറസെൻറ്റ് ലാമ്പ്. അതായത് ഫ്ലൂറസെൻറ്റ് ലാമ്പിൻ്റെ റെഡ്യൂസ് ചെയ്തിട്ടൊരു ഫോമാണ് കോമ്പാക്ട് ഫ്ലൂറസെൻറ്റ് ലാമ്പ് പറയുന്നത്, അതിൻ്റെ ചെറിയ രൂപം. അപ്പോൾ ഇതിൻ്റെയൊക്കെ വർക്കിംഗ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഡിസ്ചാർജ് ലാമ്പിന്റെ കേസ് പറയുമ്പോൾ ഇവിടെ 2 ഇലക്ട്രോഡ്സുകൾ ഉണ്ട് അല്ലെ. അതിന് 2 എൻഡിലും എന്തുണ്ട്? ഇലക്ട്രോഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഇലക്ട്രോഡ്സിലും ഇടയിലായിട്ടുള്ള ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഗ്യാസ് ഫിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഗ്യാസ് ഫിൽ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഗ്യാസിലുണ്ടാവും ധാരാളം ആറ്റംസ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയിലായിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്ന സമയത്ത് ഈ 2 ഇലക്ട്രോഡ്സിന്റെ ഇടയിലായിട്ടൊരു ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇതിന്റെ ഈ ഒരു ഇലക്ട്രോഡ്സിന്റെ അടുത്തായിട്ടുള്ള ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഈ ആറ്റംസ് എന്ത് ചെയ്യുന്നു? ഈ ഓക്സിഡൈസ്ഡ് ആകുന്നു. ഇത് എന്ത് ചെയ്യുന്നു?
ഇവയ്ക്ക് കൂടുതൽ എനർജി കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കൂടുതൽ എനർജി കിട്ടുന്ന ഈ ഒരു ആറ്റംസ് എന്ത് ചെയ്യുന്നു, ഇതിലുള്ള ഇതിന്റെ സെന്റർ ഭാഗത്തിരിക്കുന്ന ഈ ഒരു ആറ്റംസുമായിട്ട് എന്ത് ചെയ്യുന്നു, കൊളൈഡ് ചെയ്യുന്നു. ഓക്കെ, കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എനർജി ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ് ചെയ്യുന്നത്, ഈ ഒരു ആറ്റംസിന് ഇവിടെ ഹാൻഡ് ഓവർ ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് ഈ ആറ്റംസ് എന്ത് ചെയ്യുന്നു, ഹൈ എനർജിയിലേക്ക് എക്സൈറ്റ് ചെയ്യുന്നു. എക്സൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവയ്ക്ക് കൂടുതൽ എനർജി കിട്ടുന്ന സമയത്ത് അവ എന്ത് ചെയ്യുന്നു, മോർ എനർജി ഫോമിലേക്ക് ഇത് പോകും. ഓക്കെ, എക്സൈറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് അവയ്ക്ക് സ്റ്റെബിലിറ്റി ഇല്ല അപ്പോഴും. ഓക്കെ, എനർജി കിട്ടിയിട്ടുള്ളൂ, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, സ്റ്റെബിലിറ്റി കിട്ടിയിട്ടില്ല. സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ കുറച്ചിട്ട് എന്ത് ചെയ്യണം, താഴേക്ക് തന്നെ തിരിച്ചു വരണം അല്ലെ. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ എക്സൈറ്റഡ് ആയിട്ടുള്ള ആറ്റംസ് അവയ്ക്ക് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് തിരിച്ച് താഴത്തെ ആദ്യത്തെ സ്റ്റേറ്റിൽ തന്നെ തിരിച്ചു വരുന്നത് എനർജി എമിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ എനർജി എമിറ്റ് ചെയ്യുന്നത് ലൈറ്റിന്റെ ഫോമാണ്. ഓക്കെ, ലൈറ്റ് എനർജിയുടെ ഫോം ആയിട്ടാണ് ഇവിടെ എനർജി എമിറ്റ് ചെയ്യുന്നത്. ഈ ലൈറ്റ് ആണ് ഇവിടെ എന്തായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മൾ കാണുന്ന വിസിബിൾ ലൈറ്റ് ആയിട്ട് ഈ ഒരു ട്യൂബിന്റെ ഉള്ളിൽ നിന്ന്, ഡിസ്ചാർജ് ലാമ്പിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം, ഇതിന് 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. ഈ ഇലക്ട്രോഡ്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് മുഖേന അവയ്ക്ക് അടുത്തുള്ള ഈ ഒരു ആറ്റംസ് എന്ത് ചെയ്യുന്നു, അവയ്ക്ക് കൂടുതൽ എനർജി കിട്ടുമ്പോൾ ഈ എനർജി എന്ത് ചെയ്യുന്നു, അതിനടുത്തുള്ള മറ്റുള്ള ആറ്റംസുമായിട്ട് കൊളൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് അവ എന്ത് ചെയ്യുന്നു, കൂടുതൽ എനർജി കിട്ടുമ്പോൾ എക്സൈറ്റഡ് ഫോമിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. എക്സൈറ്റഡ് ഫോമിലേക്ക് മാറുമ്പോൾ പക്ഷെ അവിടെ എന്തില്ല, ഈ ആറ്റംസിനൊന്നും സ്റ്റെബിലിറ്റി കിട്ടിയിട്ടില്ല അതുവരെ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു, അവര് ആ സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് ആ ഒരു ആദ്യത്തെ ഫോമിലേക്ക് തന്നെ വരുന്നു അല്ലെ. എക്സൈറ്റഡ് ആയിരുന്ന ആ ഫോമിൽ നിന്ന് താഴേക്ക് തന്നെ വരുന്നു. ഓക്കെ, അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇവർക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഈ എനർജിനെ റിലീസ് ചെയ്യണം അല്ലെ. അപ്പൊ ആ റിലീസ് ചെയ്യുന്ന എനർജി ഇവിടെ എങ്ങനെയാണ് റിലീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് എനർജിയുടെ ഫോം ആയിട്ടാണ് അവ റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് ആണ് അത് നമ്മുടെ ഈ ഒരു ഡിസ്ചാർജ് ലാമ്പിന്റെ പുറത്തേക്ക് വരുന്നത്. ഓക്കെ ആണല്ലോ, ഇത്രയാണ് ഡിസ്ചാർജ് ലാമ്പിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻകാൻഡസെന്റ് ലാമ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഡിസ്ചാർജ് ലാമ്പിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതെന്തൊക്കെയാന്ന് നോക്കാം. ഇവയ്ക്ക് ബ്രൈറ്റ് ലൈറ്റ് ആണ്. ഓക്കെ, ലൈറ്റ് എന്താണ്, കൂടുതലാണ്, ബ്രൈറ്റ് ലൈറ്റ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഷാഡോ ഫോർമേഷൻ എന്താണ്, കുറവാണ്. ഷാഡോ ഫോർമേഷൻ കുറവാണ്. പിന്നെയോ ഇൻകാൻഡസെന്റ് ലാമ്പിനെ അപേക്ഷിച്ചിട്ട് ലൈഫ് സ്പാൻ കുറച്ചുകൂടെ കൂടുതലാണ്. ലൈഫ് സ്പാൻ ഹൈ ആണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നില്ല, ലെസ് എനർജി കൺസംഷൻ ആണ് ഇവിടെ, ലെസ് എനർജി കൺസംഷൻ. പക്ഷെ ഇവിടുത്തെ കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ പറഞ്ഞു ഇവിടെ എനർജി റിലീസ് ചെയ്യുന്നത് ലൈറ്റിന്റെ ഫോമിലാണെന്നല്ലേ. പക്ഷെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഗ്യാസിനനുസരിച്ചിട്ട് ആ എനർജി ഫോർമേഷനിൽ ഡിഫറൻസ് വരും. ഓക്കെ, ഇവിടെ നമ്മൾ പല ടൈപ്സ് ഓഫ് ഗ്യാസസിന്, ഇനേർട്ട് ഗ്യാസസിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ഇനേർട്ട് ഗ്യാസസിനൊക്കെ ഓരോ കളേഴ്സ് ആണുള്ളത്, ഡിഫറെന്റ് കളേഴ്സ് ആണ് അവയ്ക്കുള്ളത്. ഓക്കെ, അപ്പോ ഈ കളേഴ്സിനനുസരിച്ചിട്ടും അതുപോലെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഗ്യാസിനനുസരിച്ചിട്ടും ഇവിടെ ഉണ്ടാകുന്ന എനർജിക്ക് ഡിഫറൻസ് വരും. അതായത് ലൈറ്റിൽ അവിടെ എന്തുണ്ടാവും, വേരിയേഷൻ വരും. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. കളേഴ്സും അതുപോലെ തന്നെ അതിന്റെ ഗ്യാസസും എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്, വെയിറ്റേജിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കൂ. അപ്പൊ ഗ്യാസസ് നോക്കുന്ന സമയത്ത് ഓരോ ഇനേർട്ട് ഗ്യാസസിനും എന്താണ്, ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ആണല്ലേ ഫോം ചെയ്യുന്നത്. ഇപ്പോ ഇതിൽ യൂസ് ചെയ്യുന്ന നിയോൺ ആണെങ്കിൽ നിയോണിന്റെ കളർ ആയിരിക്കും ഇവിടെ എമിറ്റ് ചെയ്യുന്ന ലൈറ്റിന് ഉണ്ടായിരിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആർഗൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആർഗണിന്റെ കളർ ആയിരിക്കും ഇവിടെ എമിറ്റ് ചെയ്യുന്ന ലൈറ്റിന് ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മളോട് ചോദിക്കാറുണ്ട് ഹൈഡ്രജൻ, ഫിൽ ദ ബ്ലാങ്ക്സിൽ ചോദിക്കാറുണ്ട് ഹൈഡ്രജൻ കൊടുത്ത് അതിന്റെ കളർ ഏതാണ്, നൈട്രജൻ കൊടുത്തിട്ട് അതിന്റെ കളർ ഏതാണ്, അതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യാം, നിർബന്ധമായിട്ടും ഈ ഒരു കൊടുത്തിരിക്കുന്ന കാര്യം നോട്ടിലേക്ക് എഴുതിയിരിക്കുക. ഫ്ലൂറസെന്റ് ലാമ്പ്, ഫ്ലൂറസെന്റ് ലാമ്പ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ട്യൂബ് ലൈറ്റുകൾ അല്ലെ, ട്യൂബ് ലൈറ്റുകളെയാണ് നമ്മൾ ഫ്ലൂറസെന്റ് ലാമ്പ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ പാർട്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഇതിന്റെ 2 എൻഡുകളിലായിട്ട് തോറിയം ഓക്സൈഡ് കോട്ട് ചെയ്തിട്ടുള്ള 2 കോയിലുകളുണ്ട്. ഹീറ്റിംഗ് കോയിലുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ 2 കോയിൽസ് ഉണ്ട്. ഈ 2 കോയിലുകളിലും തോറിയം ഓക്സൈഡ് കോട്ട് ചെയ്തിട്ടുണ്ട്. തോറിയം ഓക്സൈഡ്, തോറിയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യും. അവയ്ക്ക് വോൾട്ടേജ് അല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി കിട്ടുന്ന സമയത്ത് അവ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനിയോ ഇതിന്റെ ഇടയിലായിട്ട് നമ്മള് മെർക്കുറി, ഓക്കെ, നമ്മൾ ആ ലിസ്റ്റ് നോക്കിയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു മെർക്കുറി ഏത് ലൈറ്റിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വൈറ്റ് ലൈറ്റ് ആണ് അല്ലെ. അപ്പോ
ഇതിന്റെ ഇടയിലായിട്ട് മെർക്കുറി നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഗ്ലാസ് കവർ അല്ലെ, ഇതിനൊക്കെ ഗ്ലാസ് കവർ ചെയ്തിട്ടുണ്ട്. ഈ ഗ്ലാസ് കവറിലായിട്ട് നമ്മൾ ഫ്ലൂറസെന്റ് കോട്ട് ചെയ്തിട്ടുണ്ട്, ഫ്ലൂറസെന്റ് പൂശിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന സമയത്ത് ഇതിൽ കോട്ട് ചെയ്തിട്ടുള്ള തോറിയത്തിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു. ഈ ഇലക്ട്രോൺസ് ഇതിന്റെ ഉള്ളിലുള്ള മെർക്കുറി ആറ്റംസുമായിട്ട് കൊളൈഡ് ചെയ്തിട്ട് അവിടെ അൾട്രാവയലറ്റ് രശ്മികൾ, അൾട്രാവയലറ്റ് റൈസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അൾട്രാവയലറ്റ് റൈസ്. ഈ അൾട്രാവയലറ്റ് റൈസ് എന്ന് പറയുന്നത് ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ളതാണ്. ഈ അൾട്രാവയലറ്റ് എന്ത് ചെയ്യുന്നു, ഫ്ലൂറസെന്റിൽ വന്നിട്ട് പതിക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലൂറസെന്റിൽ വന്നിട്ട് അത് എന്ത് ചെയ്യുന്നു, ഫ്ലൂറസെന്റ് കോട്ടിങ്ങിൽ വന്നിട്ട് പതിക്കുന്ന സമയത്ത് ഈ ഫ്ലൂറസെന്റ് എന്ത് ചെയ്യുന്നു, ഇവയെ ഹയർ വേവ് ലെങ്തിലുള്ള ലൈറ്റുകളായിട്ട് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു വൈറ്റ് ലൈറ്റ് കാണാൻ കഴിയുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം, ഇവിടെ നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന സമയത്ത് തോറിയത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു, അവിടെ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഇലക്ട്രോൺസ് ഇതിനുള്ളിലുള്ള മെർക്കുറി ആറ്റംസുമായിട്ട് കൊളൈഡ് ചെയ്തിട്ട് അവിടെ അൾട്രാവയലറ്റ് രശ്മികൾ, അൾട്രാവയലറ്റ് റേസ് ഉണ്ടാക്കുന്നു. ഈ അൾട്രാവയലറ്റ് റേസ് ഇതിനെ ചുറ്റും കോട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഫ്ലൂറസെന്റിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, സ്ട്രൈക്ക് ചെയ്യുന്നു, പതിക്കുന്ന സമയത്ത് ഫ്ലൂറസെന്റ് അതിനെ ഹയർ വേവ് ലെങ്തിലുള്ള ലൈറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഒരു ഡിമെറിറ്റ് എന്ന് പറയുന്നത്, മെറിറ്റ്സ് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ലോവർ എനർജി കൺസംഷൻ ആണ്, അതുപോലെ ലൈഫ് സ്പാൻ കൂടുതലാണെന്ന് പറയാം, ഷാഡോ ഫോർമേഷൻ ഇല്ല എന്ന് പറയാം അല്ലെ, അതുപോലെ ഹീറ്റ് കുറവാണ്, ഹീറ്റ് വളരെ കുറവാണ്, നമ്മൾ കൊടുക്കുന്ന എനർജീനെ കംപ്ലീറ്റ് അത് ലൈറ്റ് ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളത് ഒക്കെ പറയാം. പക്ഷെ അതിന്റെ ഡിമെറിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പൊല്യൂഷന് അത് ഉണ്ടാക്കുന്നുണ്ട്. പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിന്നൊരു വൈറ്റ് പൗഡർ പോലെയുള്ള ഒരു ഫോം കാണാം നമുക്ക് അല്ലെ. ഈ ട്യൂബ് ലൈറ്റ് ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ കാണാൻ നിങ്ങൾക്ക് വൈറ്റ് പൗഡർ പോലെയുള്ള. അപ്പൊ ഈ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇതിനെ ഒഴിവാക്കുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ നിന്നുള്ള മെർക്യൂറി എന്ത് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയറിലേക്ക്, അതിന് അറ്റ്മോസ്ഫിയറിക്ക് പൊല്യൂഷന് കാരണമാകുന്നു. അതുപോലെ തന്നെ മണ്ണിലും അത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മെർക്കുറി വന്നു കഴിഞ്ഞാൽ അതിനുള്ള സോയിൽ പൊല്യൂഷൻസിനും കാരണമാകുന്നത് ഡീമെറിറ്റ് ആയിട്ട് കൂട്ടാം. ഈ ഒരു വർക്കിംഗ് തന്നെയാണ് CFL-ലും വരുന്നത്. അതായത് കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ് എന്നുള്ള CFL-ലും ഇതേ വർക്കിംഗ് തന്നെയാണ് വരുന്നത്. അപ്പൊ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പക്ഷെ അതിന്റെ ഡീമെറിറ്റ് എന്തൊക്കെയാണ്, അതേ സെയിം ഡീമെറിറ്റ് ആണ് അതിലും വരുന്നത്. അതിനെ ഡീഗ്രേഡ് ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുന്ന സമയത്ത് അതിനുള്ളിലുള്ള മെർക്യൂറി എന്ത് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷന് കാരണമാക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് നമുക്ക് LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിനെ കുറിച്ചിട്ട് പഠിക്കാം. ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇവയുടെ ഡീമെറിറ്റിനെയും മെറിറ്റിനെയും ഒക്കെ ഓവർകം ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അവയെ കുറിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.